ഒരു വർഷം കൊണ്ട് ആരടുത്തും പറയാതെ കിട്ടണ പൈസ എല്ലാം ബാങ്കിൽ കൊണ്ടിട്ടിട്ട് 2 ലക്ഷം രൂപയായി. ഇതെല്ലാം കൂട്ടി സ്വരൂപിച്ചിട്ട് വേണം ഒരു ദിവസം എനിക്ക് പട്ടായിലോട്ട് ടൂർ പോവാൻ. മസാജ് വേണോ? കൊള്ള അച്ഛന്റെ പൂതി. ഈശ്വര, എന്റെ ബാങ്ക് ബാലൻസ് എത്ര നിറഞ്ഞാന്തോ. എടാ, എന്റെ ബാങ്ക് ബാലൻസ് എത്ര നിനക്ക് അറിഞ്ഞൂടല്ല? 2 ലക്ഷം ആണെന്ന് ഞാൻ കേട്ടിട്ടേയില്ല അച്ഛാ. പാവ അമ്മ വീട്ടാവശ്യത്തിന് നിങ്ങൾക്ക് പൈസ ചോദിക്കുമ്പോ നിങ്ങൾ ഇല്ല ഇല്ല എന്നും പറഞ്ഞ് പൈസ മൊത്തം കൂട്ടി വെച്ചേക്കിരുന്നല്ലേ? എടാ, പിന്നെ ഇതാ നേരത്തെ പറയല്ലേടാ. ഇല്ല അച്ഛാ, സ്വന്തം പെറ്റമ്മയെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ കൂട്ടിയിട്ടില്ല. എന്റെ മനസ്സതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ കാര്യം ഞാൻ എന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് വരാം. എടാ മക്കളെ, വഞ്ചന ഞാൻ പൊറുക്കില്ല. പട്ടായിലോട്ട് 1 ടിക്കറ്റ് അല്ലേ, 2 ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം. പോരുന്നോ എന്റെ കൂടെ? പോരാ. സാധനങ്ങൾ മൊത്തം കാലിയായി തുടങ്ങിയല്ല. അയ്യോ, ഇനി ഇവിടെ നിന്നാ പണിയാവും. സാധനം വാങ്ങിക്കാൻ പറഞ്ഞുവിടും, എന്റെ പൈസയും കാലിയാവും. അതെ, കണ്ട് പറയടി മോള്. സാധനം നിങ്ങൾ ഒരുങ്ങി കിട്ടി അങ്ങോട്ട് പോണേ. ഞാൻ ബാങ്ക് വരെ പോണ്. എന്തെടുപ്പാൻ? എന്റെ ATM കാർഡ് എക്സ്പയറി ആയി, അപ്പൊ അത് ശരിയാക്കാൻ. 100 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത നിങ്ങൾക്ക് ATM കാർഡാ? ഇതൊക്കെ ഒരു ആനന്ദമല്ലേ ചെലച്ചേ? തിരിച്ചു വരുമ്പോഴേ കുറച്ച് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കണം. എല്ലാം തീർന്നു തുടങ്ങി. അയ്യോ, എന്റെ ആകെ 2000 രൂപയേ ഉള്ളൂ. 2000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി. എന്റെ പൈസ ഇല്ല. സാരമില്ല, കടയിലെ നിങ്ങളെ പറ്റി പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വരി. പുല്ലുപെട്ട് ഏത് സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. സാധനം മാത്രം എത്തിച്ചാൽ മതി, നിങ്ങൾ വരണോന്നില്ല. അലവലാതി. അവലോസും ഉണ്ടെങ്കിൽ കൂടെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2 കിലോ നേന്ത്രപ്പഴോട് വാങ്ങിച്ചോണ്ട് വരി. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ബാങ്കിൽ നേരിട്ട് പോയി അക്കൗണ്ട് ബാലൻസ് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. അത് നമ്മളെ രഘു അല്ലേ? രഘു, കാതറാക്ക, നിങ്ങൾ ഇത് എവിടെ ഇരുന്ന് കാതറാക്ക? കണ്ട് കുറെ ദിവസമായില്ല. ദിവസമായെന്നാ ശീതാനെ അന്നെ നമ്മളിപ്പോ ബാങ്കിൽ വെച്ച് കണ്ടതല്ലേ ഉള്ളൂ. എന്നയാ? അല്ല, എന്റെ ബാപ്പായ. ഞാൻ അന്നെ വിളിച്ചപ്പോ നീ ഒന്നും മിണ്ടാതെ ഉരിയാടാതെ പൊയ്ക്കളഞ്ഞ്. എന്റെ കാതർക്ക, ഞാൻ ബാങ്കിൽ പോവാൻ പോണതേ ഉള്ളൂ. പഠിച്ചോനെ, അപ്പൊ ഞമ്മള് കണ്ടതാരാ? എന്റെ കാതറാക്ക, ലോകത്തിൽ ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ അന്നെ പോലത്തെ ഒരു പിടക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ. ഓ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കാതർക്ക എന്നാലും ആരെയായിരിക്കും കണ്ടത്? എന്റെ സൗന്ദര്യം കിട്ടിയ വേറെ ഏത് തന്നെ നാട്ടിൽ? അച്ഛനല്ലേ? ഡാഡി, മൂത്തമോനെ, അച്ഛൻ ഇവിടെ നിക്കണ? നിക്കല്ലാണ്ട് പിന്നെ ഇരിക്കണോ? നീ ഒരു കസേര കൊണ്ട് ഞാൻ നടുറോട്ടി ഇരിക്കാം. ബൈക്കിൽ ഞാൻ അച്ഛനെ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റിൽ കൊണ്ടാക്കിയതല്ലേ, പിന്നെ ഇവിടെ എങ്ങനെ എത്തി? എന്നയാ? എടാ ചെണുക്ക, ഞാൻ കുറച്ച് നേരെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നീ എന്നെ എങ്ങനെ കാണും? അപ്പൊ പിന്നെ ഞാൻ ആരെ കൊണ്ടാക്കിയ? വേറെ ഏതെങ്കിലും അച്ഛനെ ആയിരിക്കും. അച്ഛൻ തന്നെ. ഞാൻ ചോദിച്ചൊന്നും മിണ്ടിയത് പോലുമില്ല. മാർക്കറ്റ് ചെയ്തപ്പോ അച്ഛൻ ഇറങ്ങി ഓടാൻ ചെയ്തു. എടാ മക്കളെ, ലോകത്ത് ഒരാളെ പോലെ 9 പേര് കാണുന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും നീ വേറൊരു അച്ഛനെ കൊണ്ടാക്കിയല്ലേ, ഈ ഒറിജിനൽ തന്തയ്ക്ക് വിഷമായടാ, വിഷമായി. ഓക്കെ പോയോ? എന്തോ കുഴപ്പമുള്ളത് പോലെ. നീ പോ മോനെ വീട്ടില്. ഡിയർ കസ്റ്റമർ, യുവർ 2 lakh rupees was successfully withdrawn. പൈസ എടുക്കണതിന് 1 മാസം മുമ്പേ പൈസ പിൻവലിച്ചെന്നുള്ള മെസ്സേജ് വരൂല്ലേ? ബാങ്കിന്റെ ഒക്കെ പുരോഗമനം. മിസ്റ്റർ രഘു, ഇവിടെ കിടന്ന് വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ബഹളം വെക്കാണ്ട് ഞാൻ നക്കിയും പറക്കി ഉണ്ടാക്കിയ 2 ലക്ഷം രൂപയാണ്. അത് ഡെബിറ്റ് ആയെന്ന് പറഞ്ഞാ എന്ത്? നിങ്ങൾ തന്നെയല്ലേ പൈസ എടുത്തത്? ഞാൻ തന്നെ പൈസ എടുത്തിട്ട് ഞാൻ തന്നെ പൈസ എടുത്തില്ല എന്ന് പറയാൻ എനിക്ക് എന്തേ? ഭ്രാന്തായിരിക്കും. സതീശ, അനാവശ്യം പറയരുത്. സത്യം പറയടാ, ആ വഴി തർക്കത്തിന്റെ പക പോക്കാൻ വേണ്ടി എന്റെ 2 ലക്ഷം രൂപ മുഖ്യ നീയല്ലേ? തോന്നിവാസം പറയരുത് റാസ്കൽ. നീ പൈസ എടുത്തോണ്ട് പോണത് ബാങ്ക് ജീവനക്കാർ മൊത്തം കണ്ടതാണ്. പോരാത്തതിന് CCTV ഉണ്ട്. ഞാനാ? അവന്റെ പൈസ അവൻ തന്നെ എടുത്തിട്ട് ബാങ്കിനെ കുറ്റം പറയണ. ഇനി ഇവിടെ കിടന്ന് വിളയാടിയിൽ I will call the police. They will arrest you. Bloody fool.
ഈശ്വര എന്റെ പൈസ. അവിടെ പൈസ ചക്രശ്വാസം വലിച്ചോണ്ടിരുന്നപ്പം നിങ്ങൾ ബാങ്കിൽ പൈസ കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്നല്ലേ? നിങ്ങൾക്ക് അത് തന്നെ വേണം. ശവത്തി കുത്തല്ലേ ജലജേ? കുത്തും ഞാൻ. എന്തരമ്മ പൈസ പൈസ അല്ലേ? അത് തന്നെ എന്തരെന്ന് പൈസ? ഇനി ഒരു സത്യം പറയട്ട, ആ പൈസ ഞാൻ ജലജയ്ക്ക് 2 പവൻ പാല് വാങ്ങിക്കാൻ വെച്ചിരുന്നതാണ്. അയ്യോ എന്റെ മനുഷ്യ കഷ്ടപ്പെടുണ്ടാക്കിയ പൈസ ഏതോ ഒരു കള്ള തട്ടിക്കൊണ്ട് പോയേ. അവൻ മുടിഞ്ഞു പോണേ ഈശ്വരാ. അയ്യോ എന്റെ മക്കളേക്ക് എന്തിനീ ഓടാ? അച്ഛൻ പൈസ എടുത്തിട്ടില്ല എന്നുള്ളത് അച്ഛന് ഉറപ്പ് തന്നെയല്ല. ഉറപ്പാണ്. വേറെ ഒന്നുമില്ല, അച്ഛനായിട്ട് ഒരു സംശയം. പോടാ അവിടെ. ഞാൻ ബാങ്കിൽ പോവാൻ വേണ്ടി ഇറങ്ങിയപ്പം എന്നെ പോലെ ഒരുത്തനെ കാതർ കാക്ക കണ്ടതിന്റെ അടുത്ത് പറഞ്ഞടി. അതിപ്പോ ഞാനും പറഞ്ഞില്ലേ അച്ഛനെ പോലെ ഒരാളെ ഞാനും ഉണ്ടാക്കിയെന്ന്. ലോകത്തിൽ ഒരാളെ പോലെ 9 പേര് കാണുമെന്നല്ലേ മക്കളെ പറയണത്? ആ എനിക്ക് സ്വർണ്ണ യോഗം ഇല്ല. അറിയിച്ചത് നമുക്ക് കിട്ടുള്ളൂ. പോയതും പോയി. എന്റെ പട്ടായ. എന്തൊരു അല്ല, ബാക്കി വരുന്ന പൈസക്ക് നിനക്ക് പട്ട് സാരിയും കൂടെ വാങ്ങിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എല്ലാം പോയില്ലേ. ഹലോ ഹലോ രഘുചേട്ടൻ, നമ്മളെ കോവാലിനെ കൊളക്കടവ് ലീലയുടെ വീട്ടിൽ നിന്ന് നാട്ടുകാർ തൂക്കി. അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുമ്പോ വേറൊരുത്തന്റെ ആസനത്തിൽ പടക്കം പൊട്ടണത് കേൾക്കാൻ എന്തൊരു ആശ്വാസം. എന്നിട്ട് ആശ്വസിക്കാൻ വരട്ടെ, നിങ്ങളാണ് കൂട്ടിക്കൊടുത്തതെന്നാണ് കോവാലൻ നാട്ടുകാരടുത്ത് പറഞ്ഞത്. അയ്യോ നാട്ടുകാരെ, എന്നെ ഇടിക്കല്ലേ, ഞാൻ എല്ലാം പറയാമേ. എനിക്ക് പറയണം. രാത്രി 8 മണി ഞാനും രഘുചേട്ടനും കൂടെ പതിവ് പോലെ വെള്ളം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുളക്കടവ് ലീലയുടെ വീട്ടിലൊരു ദിവ്യ വെളിച്ചം. പെട്ടെന്ന് നമ്മളെ മനസ്സിലൊരു ദിവ്യ വെളിച്ചം തെളിഞ്ഞ്. ആ രഘുചേട്ടൻ ഒറ്റൊരുത്തത്തെ നിർബന്ധ പ്രകാരമാണ് ഞാൻ കുളക്കടവ് ലീലയുടെ വീട്ടിൽ പോയത്. അതിനുശേഷം ഒരു ദിവ്യ വെളിച്ചം തെളിഞ്ഞപ്പോ നിങ്ങളെല്ലാരും എന്റെ മുമ്പിൽ നിൽക്കണം. എല്ലാത്തിനും കാരണം ആ രഘുചേട്ടനാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടടാ. അയ്യോ അയ്യോ എന്റെ ഭർത്താവ് പഴച്ചു പോയേ. അയ്യോ എന്റെ ലീലേ. അല്ല എന്റെ ജലജേ. അപ്പൊ എനിക്ക് നിങ്ങൾ മാല വാങ്ങിക്കാനല്ലേ പൈസ കൂട്ടിയത്? അവക്ക് മാല വാങ്ങിച്ചു കൊടുക്കാനായിരുന്നല്ലേ? ജലജേ, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. ജലജയുടെ ഭർത്താവ് രഘു മരിച്ചു. വേറെ ആരെങ്കിലും കിട്ടി സുഖമായിട്ട് ജീവിക്കാൻ. അച്ഛാ ഇതെന്നാലും വലിയ മോശമായി പോയി. മക്കളെ, അത് ഞാനല്ല. വിളിക്കരുത് എന്നെ അങ്ങനെ. ആര് ചോദിച്ചാലും എന്റെ റോൾ മോഡൽ എന്റെ അച്ഛനാണെന്നാണ് ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എനിക്ക് അങ്ങനെ പറയാൻ ലജ്ജ തോന്നുന്നു. ഏത് നാടകത്തിന് പോകണം? അച്ഛന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഈ മക്കൾ കൂട്ടുന്നിട്ടുണ്ട്. പക്ഷെ ഇത് വേണ്ടായിരുന്നു അച്ഛൻ. നമ്മുടെ മാനം, വില, അതിനെപ്പറ്റി അച്ഛന് ഓർക്കാമായിരുന്നു. നാട്ടുകാരെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തി. ഇനി ആ മുഖം നമുക്ക് കാണണ്ട അച്ഛാ. പാടാ പാടാ. എങ്ങോട്ട് പോണു? കുറച്ച് മീൻ കൂട്ടി ചോറ് കഴിക്കാം. മക്കളെ, ജലജേ. ഇത്രയും നാള് ഞാൻ നാട്ടിലുണ്ടാക്കിയ നിലയും ഈ ഒരൊറ്റ ദിവസം കൊണ്ടുപോയി. നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അച്ഛന് ഭാര്യ മക്കളും അറിയണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഏവനാണെന്തോ എനിക്കിട്ട് പണിതത്. ഈ പണിക്കുള്ള മറുപണി ഞാൻ കൊടുത്തിരിക്കും.